കഴിഞ്ഞ ദിവസം കൊട്ടാരക്കരയിൽ നടന്നത് കണ്ടായിരുന്നല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ സമരം? ട്രാൻസ്ജെൻഡേഴ്സിന്റെ സമരം എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് നമ്മുടെ കേരള പോലീസ് ചില സമയങ്ങളിൽ കയ്യും കെട്ടിയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത് കേട്ടോ. കാരണം ഇവരെന്തൊക്കെ ശല്യമാണ് അവർ കാണിച്ചു കൂട്ടിയത്. ഞാൻ നോക്കിയപ്പോൾ ഒരു വീഡിയോ കണ്ടതെന്ന് പറയുന്ന ഒരു പോലീസുകാരനെ തലയ്ക്കടിക്കാൻ വേണ്ടിയിട്ട് ഇന്റർലോക്ക് എടുത്തുകൊണ്ട് വരികയാണ്. ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു ആള് ഇന്റർലോക്ക് എടുത്തുകൊണ്ട് പുള്ളിക്കാരനെ പോലീസുകാരനെ തലയ്ക്കടിച്ച് അവനെ കൊല്ലാൻ വേണ്ടി വരികയാണ്. അപ്പം മറ്റൊരു പോലീസുകാരൻ കയറി പിടിച്ചതുകൊണ്ട് മാത്രം ആ പോലീസുകാരൻ രക്ഷപ്പെട്ടു. അല്ലെന്നുണ്ടെങ്കിൽ ആ പോലീസുകാരന്റെ കാര്യത്തിൽ തീരുമാനം ആയനായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു. അപ്പോൾ ഈ പ്രതിഷേധം ഞാൻ നടത്തിയില്ലേ, സമരത്തിന്റെ പേര് നടത്തുന്ന ഈ ഒരു ആഭാസം നടത്തിയത് ഏതെങ്കിലും ഒരു കൂട്ടം ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ഒരു കൂട്ടം യുവാക്കളോ അല്ലെങ്കിൽ യുവതികളോ ഒക്കെയാണ് നടത്തിയിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയൊന്നും വേണ്ട, ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു അക്രമം നടക്കാനുള്ള സാധ്യത ഉണ്ടായാൽ തന്നെ പോലീസുകാർ അപ്പം വലിയ തടികളൊക്കെ എടുത്തുകൊണ്ട് അടി തുടങ്ങും കേട്ടോ. ഇപ്പൊ ഇത്രയും വലിയ ശല്യം പോലീസുകാർക്ക് നേരെയും നാട്ടുകാർക്ക് നേരെയും നടത്തിയ ഇവരെ എന്തുകൊണ്ട് പോലീസുകാരൊന്നും ചെയ്തില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. ഒരുപക്ഷെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ള നിയമമല്ല ഉണ്ടായിരിക്കും കേട്ടോ, നല്ല ബെസ്റ്റ് നിയമം. എന്തായിരുന്നാലും ഇതുപോലുള്ള ആളുകളൊക്കെ അഴിഞ്ഞാടാനായിട്ട് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറയണം നല്ല 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 ഊഞ്ഞാലാടിയ പരുവത്തിലെത്തിക്കും കേട്ടോ. എന്തൊക്കെയാണ് ഇവർ കാണിച്ചത്? ക്രിമിനലുകളാണെന്ന് തോന്നുന്നു, ട്രെയിൻഡ് ആയിട്ടുള്ള പക്ക ക്രിമിനലുകളാണെന്ന് തോന്നുന്നു. അത്മാതിരിയാണ് ഇവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചേട്ടാ. ശരിക്കും പറഞ്ഞാൽ പോലീസുകാരുടെ കുറച്ച് ചെറുപ്പക്കാരികളായിട്ടുള്ള പോലീസുകാരുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്കത് മനസ്സിലാവും വീഡിയോകൾ കാണാൻ. അവർ ശരിക്കും പേടിച്ചാണ് നിൽക്കുന്നത്. ഇവരുടെയൊക്കെ സൈസും ആ പോലീസുകാരുടെയൊക്കെ ഒരു സൈസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് തന്നെ ദയ തോന്നും, ഒരു പാവം തോന്നി. പോലീസുകാരെ അങ്ങനെ ഇവർ വല്ല ചെയ്യുമെന്നുള്ള പേടി നമുക്ക് തന്നെ തോന്നും ആ വീഡിയോകൾ കാണുമ്പോൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ക്രിമിനലുകളാണ് ഇവരെയൊക്കെ ഈ വീഡിയോയിലുള്ള മുഴുവൻ ആളുകളുടെയും പേരിൽ കേസെടുത്ത് ഇതിനേക്ക് എടുത്ത് അകത്തിടേണ്ട ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ എത്ര പേർക്ക് കേസ് കൊടുക്കുന്നത് നമുക്ക് കണ്ടറിയാം. കേരളം എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുക, ആഭ്യന്തരമൊക്കെ ഒരു വാഴ നട്ട പരിപാടിയിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഇത് ഇനി ഇവരെയൊക്കെ മിക്കവാറും ഒന്നും ചെയ്യാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. കിട്ടിയ പോലീസുകാരെ കിട്ടിയ നാട്ടുകാരും കിട്ടി. ഇനി വെച്ച് അനത്തിക്കൊണ്ടിരിക്കുക എന്നല്ല. ഇനി ഇതിന്റെ മുന്നോട്ട് വലിയ സംഭവങ്ങൾ നടക്കാൻ പോട്ടെ എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പം ഇവരുടെയൊക്കെ കാര്യം അനുഭവിച്ചു.